മാനദണ്ഡങ്ങൾ ലംഘിച്ച് അധ്യാപക നിയമനം. കേട്ടിട്ട് യോഗ്യതയില്ലാത്തവരാണ് ഹൈസ്കൂൾ പ്രഥമ അധ്യാപക പട്ടികയിൽ ഉൾപ്പെട്ടത്. സുപ്രീംകോടതിയുടെ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടാണ് ഈ നിയമനം. സ്ഥാനക്കയറ്റത്തിന് യോഗ്യത ഒഴിവാക്കാനാവാത്ത മാനദണ്ഡമാണെന്ന് സുപ്രീംകോടതി ഉത്തരവ് ലംഘിച്ച തെളിവുകളും പുറത്ത്. ഗസറ്റ് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിരുന്ന അധ്യാപകരുടെ ടെറ്റ് യോഗ്യത പരിശോധിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം അധ്യാപകരും രംഗത്ത് വന്നു. 335 അധ്യാപകരുടെ പ്രഥമ അധ്യാപന നിയമനമാണ് വിവാദത്തിലായത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് ഇത്തരമൊരു നിയമലംഘനം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 27-ാം തീയതി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിലാണ് 335 അധ്യാപകരെ പ്രഥമ അധ്യാപകരായി ഉയർത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും സുപ്രീം കോടതി മാനദണ്ഡമായ കേട്ടറ്റ് കാറ്റഗറി 3 ഇല്ല, യോഗ്യതയില്ല എന്നതാണ് നിലവിൽ വിവാദമായിരിക്കുന്നത്. സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിയിൽ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹൈസ്കൂൾ അധ്യാപക നിയമനത്തിനും അതോടൊപ്പം പ്രഥമ അധ്യാപകരായി ഉയർത്തപ്പെടുന്നതിനും പ്രമോഷൻ ലഭിക്കുന്നതിനും കേട്ടറ്റ് യോഗ്യത മാനദണ്ഡമാക്കണം. അത് മാത്രമായിരിക്കും മാനദണ്ഡമെന്ന് നേരത്തെ ചില ഇളവുകൾ അനുവദിച്ചിരുന്നു. നെറ്റും സെറ്റും എംഫിലും PhDയും ഒക്കെ ഉള്ളവർക്ക്. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള ഒരു ഇളവുകളും ബാധകമല്ല. കൃത്യമായി കേട്ടറ്റ് പാസ്സായവരായി മാത്രമേ ഹൈസ്കൂളിൻ്റെ പ്രഥമ അധ്യാപക പട്ടികയിലേക്ക് പരിഗണിക്കാവൂ എന്ന് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം ഉള്ളതാണ്. നേരത്തെ അത് വിധി പ്രസ്താവമായി തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ആ വിധിയുടെ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. ഈ പട്ടികയിൽ 335 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അധ്യാപകരെ 3 വർഷത്തെ കാലാവധി കേട്ടറ്റ് നേടുന്നതിന് യോഗ്യത നേടുന്നതിനായി നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇളവ് അനുവദിച്ചിരിക്കുന്നത് പോലും അധ്യാപകരായി നിലവിലുള്ളവർക്ക് അധ്യാപകരായി നിലനിൽക്കുന്നതിനാണ് ഈ 3 വർഷത്തെ സാവകാശം കേട്ടറ്റ് നേടുന്നതിന് അനുവദിച്ചിട്ടുള്ളത്. ആ മാനദണ്ഡങ്ങൾ വരെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേട്ടറ്റ് യോഗ്യത ഇല്ലാത്തവർ ഉൾപ്പെടെയുള്ള 335 പേരുടെ പ്രഥമ അധ്യാപക പട്ടിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗസറ്റ് വിജ്ഞാപനമായി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നത് ശ്രദ്ധേയമാണ്. വിഷയം വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ബോധപൂർവം ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണോ അതോ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടി വരും. കാരണം 335 എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല. ആ 335 പേർ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഹൈസ്കൂൾ പ്രഥമ അധ്യാപകരായി പരിഗണിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെയുള്ളവരുടെ പട്ടികയിലാണ് സുപ്രീം കോടതി വിധിയുടെ കൃത്യമായ ലംഘനം അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് കേട്ടറ്റ് കാറ്റഗറി 3 യോഗ്യതയില്ലാത്തവരും ഇടം പിടിച്ചിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.